ഇപ്പോൾ ഇന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയ ഇത്ര വ്യാപകമാകുമ്പോൾ യൂട്യൂബ് വഴിയും പിന്നെ പല എന്താ പറയുക ബ്യൂട്ടീഷ്യൻസൊക്കെ ഈ മുടി കൊഴിച്ചിലിന് ചികിത്സ എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമസ്കാരം, ഞാൻ ഡോക്ടർ ഗിരീഷ്, ഡെർമറ്റോളജിസ്റ്റ്, ക്യൂർ ഗ്രീൻ മെഡിക്കൽ സെൻറ്റർ മാറഞ്ചേരി. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന മുടി കൊഴിച്ചിലിനെ പറ്റിയാണ്. വളരെ സാധാരണമായിട്ടുള്ള ഒരു അസുഖമാണ് മുടി കൊഴിച്ചിൽ. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മുടി കൊഴിച്ചിൽ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാരണങ്ങളൊന്നാണ് തൈറോയിഡ് മുതലായ അസുഖങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി മുടി കൊഴിച്ചിലുണ്ടാവാം. പിന്നെ നമുക്ക് ചില അസുഖങ്ങൾ ബാധിക്കുകയും അതിനെ തുടർന്ന് മുടി കൊഴിച്ചിലുണ്ടാവാം. ചില ഉദാഹരണമായിട്ട് പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടാവാം, ഡെലിവറി സമയത്തുണ്ടാവാം. പിന്നെ ചില അസുഖങ്ങൾ ബാധിച്ചാൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മുടി കൊഴിച്ചിലുണ്ടാവാം. അതിനെ ടിലോജൻ എഫ്ലൂവിയം എന്ന് പറയും. പിന്നെ ചില മരുന്നുകൾ കഴിച്ചാൽ അതിൻ്റെ ഭാഗമായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവാം. അത് ആനജൻ എഫ്ലൂവിയം എന്ന് പറയും. പിന്നെ ഉള്ളത് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്. ചില വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് മൂലം നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവാം. പിന്നെ നമ്മൾ വളരെ സാധാരണമായി നമ്മൾ കാണുന്ന ഒരു മുടി കൊഴിച്ചിലാണ് കഷണ്ടി എന്ന് പറയുന്ന ആൻഡ്രോജനിക് അലോപേഷ്യ. അത് പാരമ്പര്യമായ റോൾ അതിലുണ്ട്. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും അതിലുണ്ട്. പിന്നെ ഉള്ളത് വട്ടത്തിൽ മുടി കൊഴിയുന്ന അലോപേഷ്യ ഏറിയാറ്റ എന്ന് പറയും. അപ്പോൾ വിവിധ തരത്തിലുള്ള മുടി കൊഴിച്ചിലുണ്ട്. അതിനുള്ള ചികിത്സാ രീതികൾ വ്യത്യസ്തമാണ്. ഇന്ന് നമുക്ക് ഇത്തരം അസുഖങ്ങൾ ആദ്യം നമ്മൾ എന്തായാലും ഇങ്ങനെ ഒരു മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നമ്മൾ കാണിക്കേണ്ടത് ഒരു ക്വാളിഫൈഡ് ആയ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാം. ഇപ്പോൾ ഇന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയ ഇത്ര വ്യാപകമാകുമ്പോൾ യൂട്യൂബ് വഴിയും പിന്നെ പല എന്താ പറയുക ബ്യൂട്ടീഷ്യൻസൊക്കെ ഈ മുടി കൊഴിച്ചിലിന് ചികിത്സ എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇപ്പോൾ മുടി കൊഴിച്ചിൽ വേറൊരു കാരണം ഡാൻഡ്രഫ് മൂലം ഉണ്ടാവാം. അപ്പോൾ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടടക്കം ഇത്തരം ബ്യൂട്ടി പാർലറിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ക്വാളിഫൈഡ് ഡെർമറ്റോളജിസ്റ്റിനെ കാണുകയും ഏതാണ് അസുഖം, ഞാനിപ്പോൾ പറഞ്ഞല്ലോ 4-5 തരത്തിലുള്ള ഏത് വിഭാഗത്തിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമുക്ക് മരുന്നുകൾ പുരട്ടാനുള്ള മരുന്നുണ്ട്, ഉള്ളിലേക്ക് കഴിക്കാനുള്ള ഗുളികകളുണ്ട്, പിന്നെ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് കഷണ്ടി പോലെയാണെങ്കിൽ PRP പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഇഞ്ചെക്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്. GFC ഗ്രോത്ത് ഫാക്ടർ ഇഞ്ചെക്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്. പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ചികിത്സ നമുക്കിന്ന് അവൈലബിൾ ആണ്, നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഇന്ന് നമുക്കതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. നന്ദി. താങ്ക് യു.